ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ തമ്മിലും കാണൊക്കെ കണ്ട പോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സീറോ ബാലൻസ് അക്കൗണ്ടിനെ കുറിച്ചാണ്. നമ്മുടെ AU ബാങ്കിന്റെ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ടിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 2 കൊല്ലമൊക്കെ ആയിട്ട് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ഡെബിറ്റ് കാർഡും ഉണ്ട്, ഫിസിക്കൽ ഡെബിറ്റ് കാർഡും നമുക്ക് ഇതിൻ്റെ കിട്ടുന്നുണ്ട്. ഒരു റൂപേ ഇന്റർനാഷണൽ ഡെബിറ്റ് കാർഡ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് എന്താ പറയുക, എയർപോർട്ട് ലോഞ്ച് സംഭവമൊക്കെ ഇത്ര കാലം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ അത് അവർ ഡിവാല്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി അവരുടെ വേറെ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളിൽ മാത്രം നമുക്ക് ഇനി ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എനിക്ക് എന്തുകൊണ്ടാണ് ഈ സാധനം വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള സീറോ ബാലൻസ് അക്കൗണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. അതുപോലെ തന്നെ നിങ്ങൾ സീറോ ബാലൻസ് അക്കൗണ്ട് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആക്ച്വലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് വേണമെങ്കിൽ തന്നെ പറയട്ടെ. എന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാറുള്ളത് കോട്ടക്കിൻ്റെ 21 അക്കൗണ്ട് ആയിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് അതിൽ സുഖമായിട്ട് തന്നെ പ്രീ അപ്രൂവൽ ഓഫേഴ്സ് സംഭവമൊക്കെ വരാറുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് അത് എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും RBI കോട്ടക്കിനെ ബാൻ ചെയ്തൊക്കെയാണ്. അപ്പോൾ പുതിയ കസ്റ്റമേഴ്സിനൊന്നും അവർക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ, അക്കൗണ്ട് ആയിക്കോട്ടെ, ഒന്നും പറ്റില്ല. അപ്പോൾ നമുക്കുള്ള സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനത്തെ സ്മോൾ ഫിനാൻസ് ബാങ്കുകളാണ്. സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റ് റേറ്റിൽ കിട്ടും. ഇപ്പോൾ AU ബാങ്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് 7.25% വരെ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. അതും മന്ത്ലി തന്നെ നമുക്ക് ക്രെഡിറ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ ആക്ച്വലി ഇവർക്ക് കുറേ FD പ്ലാൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവരിൽ FD ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ മാസവും അതിൻ്റെ ഇൻട്രസ്റ്റ് കറക്റ്റായിട്ട് അക്കൗണ്ടിലേക്ക് വരും. അതുപോലെ തന്നെ UPI ഫീച്ചേഴ്സ്, എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ സ്പെസിഫിക് ആയിട്ട് ഇവർക്ക് കുറച്ച് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഓരോ റിലേഷൻഷിപ്പ് മാനേജർ നമുക്ക് തരും. ഇവർക്ക് നമ്മുടെ ഓരോ അക്കൗണ്ട് ബേസിസ്, അതുപോലെ തന്നെ എല്ലാം ഡിജിറ്റലാണ്. നമുക്ക് ഇവരുടെ മിക്ക ഡെബിറ്റ് കാർഡിലും നമുക്ക് എന്താ പറയുക നമ്മുടെ എന്താ പറയുക എയർപോർട്ട് ലോഞ്ച് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് വരുന്നുണ്ട്. ഡിപ്പെൻഡ്സ് അപ്പോൺ കാർഡാണ്. കുറേ കാർഡുകളുണ്ട്, കുറേ സേവിങ്സ് അക്കൗണ്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഞാൻ എന്തായാലും നമ്മുടെ റെഫറൽ ലിങ്ക്, നമ്മുടെ AU ബാങ്കിൻ്റെ ഡയറക്റ്റ് റെഫറൽ ലിങ്ക് ഞാൻ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിൽ കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കും 250 രൂപയുടെ ആമസോൺ വോച്ചർ കിട്ടും, എനിക്കും 250 രൂപയുടെ ആമസോൺ വോച്ചർ കിട്ടും. അപ്പോൾ ആർക്കും എന്താ പറയുക പ്രോബ്ലം ഇല്ല. ഒഫീഷ്യലാണ്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് നമ്മുടെ AU ബാങ്കിൻ്റെ സൈറ്റിലേക്കാണ് പോകട്ടെ. നിങ്ങൾക്ക് ആധാർ കാർഡും പാൻ കാർഡും അതുപോലെ തന്നെ നിങ്ങളുടെ എന്താ പറയുക മൊബൈൽ നമ്പറും വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് സേവിങ്സ് അക്കൗണ്ട് തുടങ്ങാം. അതുപോലെ തന്നെ വീഡിയോ KYC നിർബന്ധമാണ്. വീഡിയോ KYC ചെയ്യണം കേട്ടോ, മറക്കരുത്. ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ചോദിക്കാറില്ല, ചില ആൾക്കാരിൽ ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫർ അനുസരിച്ച് അതിൽ കാണിക്കും കേട്ടോ. അപ്പോൾ സേവിങ്സ് അക്കൗണ്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ ഇതിൽ കുറേ ഫീച്ചേഴ്സ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു കുറേ വൗച്ചേഴ്സും, സൊമാറ്റോയുടെ വൗച്ചേഴ്സ്, ബ്ലിങ്കിറ്റ്, ടാറ്റ 1MG, ബുക്ക് മൈ ഷോ വരെ കുറേ ആയിട്ട് വേറെ സൈറ്റിലാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റായിരിക്കും. ഇവർ കുറേ ഇതായിട്ട് പാർട്ണർ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാം ഇപ്പം നിങ്ങൾക്ക് മിക്ക നമ്മുടെ ഡിസ്ട്രിക്റ്റിലും ഇവരുടെ ക്രെഡിറ്റ് കാർഡ് അവൈലബിൾ ആണ്. അതായത് AU ബാങ്ക് നമ്മുടെ ഫിൻകെയർ ബാങ്കായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അവരുടെ ബ്രാഞ്ചുകളുള്ള സ്ഥലത്തൊക്കെ നമുക്കിപ്പോൾ അണ്ടർ 3 കിലോമീറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സും കിട്ടുന്നുണ്ട്. അപ്പോൾ തൃശ്ശൂർ സംഭവമൊക്കെ നമുക്കിപ്പോൾ സർവീസബിൾ ആണ്. അവരുടെ ബ്രാഞ്ച് ഉണ്ട് അവർക്കിപ്പോൾ. പണ്ട് നമുക്ക് കൊച്ചിയിൽ മാത്രം പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഇപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ബ്രാഞ്ച് ഉണ്ട്. ഫിൻകെയർ ബാങ്ക് ഡയറക്റ്റ് നമ്മുടെ AU ബാങ്കായിട്ടാണ് AU ബാങ്കിൻ്റെ ബ്രാഞ്ചായിട്ടാണ് ആക്ട് ചെയ്യാട്ടോ. അപ്പോൾ ഇതിൽ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ നമുക്ക് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. അതായത് ഡിജിറ്റൽ, പ്ലാറ്റിനം ആൻഡ് റോയൽ ഡെബിറ്റ് കാർഡാണ് ഈ ഫീച്ചേഴ്സ് കിട്ടുന്നത്. ഡിജിറ്റലിൽ ഇപ്പോൾ ഇല്ലാതെ അത് ഒരു അപ്ഡേറ്റ് ചെയ്തില്ല. ഡിജിറ്റൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ അവർ അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ എന്ന് പറയുന്നത് സീറോ ബാലൻസ് അക്കൗണ്ടോട് കിട്ടുന്നത്. അതുപോലെ തന്നെ മന്ത്ലി ഇൻട്രസ്റ്റ് പേ ഔട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പർച്ചേസ് പ്രൊട്ടക്ഷൻ വിത്ത് AU ഡെബിറ്റ് കാർഡ് നമുക്ക് വരുന്നുണ്ട്. അതൊരു ഇൻഷുറൻസ് ആണ്. പിന്നെ നമുക്ക് ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജർ വരുന്നുണ്ട്. ഇത് പ്രൊമോഷണൽ സംഭവമൊന്നുമല്ല, ദിസ് പ്യൂർലി ബേസ്ഡ് ഓൺ മൈ എക്സ്പീരിയൻസ് ആഫ്റ്റർ യൂസിങ് ദിസ് അക്കൗണ്ട് ഇട്ടാ. അപ്പോൾ എന്താ പറയുക, പ്രൊമോഷണൽ സംഭവമൊന്നും പ്രതീക്ഷിക്കണ്ട. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് വായിക്കാനായിട്ട് ഇനി ആൾക്കാർ ഇത് പ്രൊമോഷണൽ സംഭവമൊന്നും പ്രതീക്ഷിക്കണ്ട. പിന്നെ വിചാരിക്കണ്ട, പ്രതീക്ഷിക്കണം, തെറ്റിപ്പോയി. ഇതിന് ഇവർക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് കുറേ ടൈപ്പ് ഓഫ് ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം, ഏതൊക്കെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ഞാൻ ആക്ച്വലി 2 ബാങ്ക് അക്കൗണ്ട് അവരുടെ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ്സും കുറേ ടൈപ്പ് ഉണ്ട്. AU റോയൽ ബിസിനസ് ഡെബിറ്റ് കാർഡും സാധനമുണ്ട്. റോയൽ എന്ന് പറയുന്നത് ഇവരുടെ ഹൈ എൻഡ് സാധനമാണ്, പ്രീമിയം സാധനമാണ്. അത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ വിസ ബിസിനസ് ഗോൾഡ് കാർഡ് ഉണ്ട്, AU റോയൽ ഡെബിറ്റ് കാർഡ് ഉണ്ട്, വിസ ഗോൾഡ് ഡെബിറ്റ് കാർഡ് ഉണ്ട്, വിസ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് ഉണ്ട്. വിസ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് നമ്മുടെ സീറോ ബാലൻസ് അക്കൗണ്ടോട് കിട്ടുന്നത്. എൻ്റെ കയ്യിലേക്ക് ഉള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അൺബോക്സിംഗ് വീഡിയോ സംഭവമൊക്കെ. പിന്നെ AU റോയൽ വേൾഡ് ഡെബിറ്റ് കാർഡ് ഉണ്ട്, റൂപേ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് ഉണ്ട്. അതാണ് നോർമലി ഇതൊക്കെ കൊടുക്കുന്നത് സീറോ ബാലൻസിൻ്റെ അക്കൗണ്ടോടെ. റൂപേ ക്ലാസിക് ഡെബിറ്റ് കാർഡ് ഉണ്ട്. അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ് ഇൻഷുറൻസ് ബെനിഫിറ്റിൻ്റെ കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. ആക്സിഡൻ്റൽ ഡെത്ത് ഇൻഷുറൻസ്, പർച്ചേസ് പ്രൊട്ടക്ഷൻ, കാർഡ് ലയബിലിറ്റി കവർ, ഇതൊക്കെ നമുക്ക് അതിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ വിസ ബിസിനസ് പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് ഉണ്ട്, മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് വരുന്നുണ്ട്. കുറേ കാർഡുകളുണ്ട് ഇവർക്ക് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ലോ മാർക്കപ്പ് ഫീസ് വരുന്നുണ്ട് ഇന്റർനാഷണൽ ട്രാൻസാക്ഷനിൽ. ഡെയിലി വിഡ്രോവൽ ആൻഡ് പർച്ചേസ് ലിമിറ്റ് അപ് ടു 10 lakh വരെ വരുന്നുണ്ട്. പർച്ചേസ് പ്രൊട്ടക്ഷൻ ബെനിഫിറ്റ് അപ് ടു 50,000 വരുന്നുണ്ട്. പേഴ്സണൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് കവർ അപ് ടു 1 കോടി, 1 കോടി വരുന്നുണ്ട്. ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ ഇൻസ്റ്റൻ്റ്ലി വിത്ത് ടാപ്പ് ആൻഡ് ഗോ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതായത് NFC വരുന്നുണ്ട്.
പിന്നെ നമുക്ക് ഇൻസ്റ്റന്റ്ലി വേണമെങ്കിൽ ഡെബിറ്റ് കാർഡ് സംഭവമൊക്കെ നമുക്ക് ഒരു ആപ്പിൽ കൂടെ തന്നെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ലോയൽറ്റി റിവാർഡ് പോയിന്റ് ബെനിഫിറ്റ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെബിറ്റ് കാർഡ് മാറ്റുകയും ചെയ്യാം കേട്ടോ. ബേസിക് ആയിട്ട് വരുന്ന ക്രെഡിറ്റ് കാർഡ് അല്ലാണ്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ട് അനുസരിച്ചിട്ട് അവരുടെ ഓരോ ഡെബിറ്റ് കാർഡുകളും വേണമെങ്കിൽ മാറ്റുകയും ചെയ്യാം. അത് നിങ്ങൾക്ക് ആക്ച്വലി ഇവരുടെ നെറ്റ് ബാങ്കിങ് ഓപ്ഷനിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് വേറൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവർ തരുന്നപ്പോൾ നിങ്ങൾ സീറോ ബാലൻസ് അക്കൗണ്ടാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ കിട്ടുന്ന ആ കാർഡിന് വെച്ച് ഫുൾ ടൈം ഇരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാർഡ് എടുക്കുമ്പോൾ, അതായത് പ്രീമിയം കാർഡ്സ് എടുക്കുമ്പോൾ അതിനനുസരിച്ച് അതിന് ചാർജ് വരും. നമ്മുടെ ക്രെഡിറ്റ് കാർഡിന് ചാർജ് വരുന്ന പോലെ തന്നെ നമ്മുടെ ഡെബിറ്റ് കാർഡിന് മാനുവൽ ചാർജും ജോയിന്റ് ചാർജൊക്കെ വരും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇവരുടെ ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് ആക്ച്വലി കുറേ ടൈപ്പ് ഓഫ് അക്കൗണ്ടിലുണ്ട്. AU ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് വരുന്നുണ്ട്, അതാണ് സീറോ ബാലൻസ് അക്കൗണ്ട്. പിന്നെ AU റോയൽ അക്കൗണ്ട് വരുന്നുണ്ട്, അത് ഭയങ്കര പ്രീമിയം അക്കൗണ്ടാണ്, മന്ത്ലി ബാലൻസ് 1 lakh ഒക്കെ വേണം. പിന്നെ AU റോയൽ വേൾഡ് എന്ന് പറയുന്നത് അത് ഇതിനായിട്ടും പ്രീമിയം ആണ്, 5 ലക്ഷം വേണം. പിന്നെ AU പ്ലാറ്റിനം വരുന്നുണ്ട്, അത് 25,000 വേണം. AU പ്ലാറ്റിനം വേൾഡ് വരുന്നുണ്ട്. പിന്നെ AU NRI അക്കൗണ്ട് വരുന്നുണ്ട്, AU സേവിങ്സ് അക്കൗണ്ട് വരുന്നുണ്ട്. അതാണ് ബേസിക് നോർമൽ കാറ്റഗറിയിൽ വരുന്നത്. അതായത് 5,000 to 10,000 രൂപ ഡിപ്പെൻഡ്സ് അപ്പോൺ നിങ്ങളുടെ പിൻകോഡ് അനുസരിച്ചാണെങ്കിൽ ഇതിൻ്റെ മിനിമം ബാലൻസ് അക്കൗണ്ട് വരിക. ഇതിൻ്റെ കൂടെയാണ് നമുക്ക് ഗോൾഡ് വിസ കാർഡൊക്കെ കിട്ടുന്നത് കേട്ടോ. പിന്നെ ഓട്ടോ അപ്ഗ്രേഡ് ഫെസിലിറ്റി സംഭവം വരുന്നുണ്ട്. പിന്നെ വുമൻസ് അക്കൗണ്ട് വേറെ വരുന്നുണ്ട്. പിന്നെ AU സീനിയർ സിറ്റിസൺ അക്കൗണ്ട് വരുന്നുണ്ട്. AU സ്റ്റുഡൻറ്റ് അക്കൗണ്ട് വരുന്നുണ്ട്. സ്റ്റുഡൻറ്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അത് സീറോ ബാലൻസ് അക്കൗണ്ട് ആയിരിക്കും കേട്ടോ. പിന്നെ AU കിഡ്സ് അക്കൗണ്ട് വരുന്നുണ്ട്, അതും സീറോ ബാലൻസ് അക്കൗണ്ട് തന്നെയാണ്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ അക്കൗണ്ട് വരുന്നുണ്ട്. BSBDA സേവിങ്സ് അക്കൗണ്ട് വരുന്നുണ്ട്, അതായത് നമ്മുടെ പ്രധാനമന്ത്രി യോജനയിൽ വരുന്ന അക്കൗണ്ടാണത്. പിന്നെ AU കിസാൻ സേവിങ്സ് അക്കൗണ്ട് വരുന്നുണ്ട്. കുറേ ടൈപ്പ് ഓഫ് അക്കൗണ്ട് ഉണ്ട്. AU സ്വദേശ് സേവിങ്സ് അക്കൗണ്ട് വരുന്നുണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് അക്കൗണ്ട്. ഇപ്പോൾ ഇതിൽ ഞാൻ ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് ആണ്. അപ്പോൾ അതന്നെ ഉപയോഗിക്കണമെന്നില്ല. നിങ്ങൾക്ക് അതൊരു മെയിൻ പ്രൈമറി അക്കൗണ്ടായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ ആ ബേസിക് ആയിട്ടുള്ള നോർമൽ സേവിങ്സ് അക്കൗണ്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിലാകുമ്പോൾ നിങ്ങൾക്ക് ഗോൾഡ് വിസ കാർഡൊക്കെ കിട്ടും. അപ്പോൾ അതിൽ കുറച്ച് ബെനിഫിറ്റ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം അതിന് നിങ്ങൾക്ക് ഓപ്ഷൻ വരുന്നതിൽ സെലക്ട് ചെയ്യാം കേട്ടോ. അതാണ്. അപ്പോൾ ഞാൻ ഇന്ന അക്കൗണ്ടിൻ്റെ ലിങ്ക് ഒന്നും അങ്ങനെ കൊടുക്കുന്നില്ല. ഒഫീഷ്യലായിട്ട് AU ബാങ്കിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് അതുകൂടെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കും 250 രൂപയുടെ ആമസോൺ വൗച്ചർ കിട്ടും, എനിക്കും ആമസോൺ വൗച്ചർ കിട്ടും 250 രൂപയുടെ തന്നെ. അപ്പോൾ ബെനിഫിറ്റിലാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 250 രൂപയുടെ എക്സ്ട്രാ ഒരു വൗച്ചർ കിട്ടുന്നില്ലേ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആമസോണിൽ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്യേ അല്ലെങ്കിൽ റീചാർജ് എന്തെങ്കിലും വേണം ചെയ്യാം. അപ്പോൾ നോക്കാൻ മറക്കണ്ട. ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട, ഞാൻ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ആ തമ്മിൽ കൊടുക്കാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ AU ബാങ്ക് ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ എൻ്റെ ആപ്പ് കാണിച്ചു തരാം. ആപ്പും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, ഭയങ്കര കിടിലൻ ആപ്പ് ഒന്നും പറയാനില്ല. പക്ഷേ ഒരു ഇഷ്യൂസും സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതുവരെ നമുക്ക് ചില ആപ്പുകളൊക്കെ ഉണ്ടല്ലോ, നേരം ചിലപ്പോൾ ലോഗിൻ ചെയ്ത് നോക്കുമ്പോൾ അത് ഫെയിൽ ആവും. അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് ആപ്പ് AU. ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഒന്ന് ഞാൻ കുറയ്ക്കാം. ഇത് ആവശ്യമുള്ള സമയത്ത് ഇതിൻ്റെ ഈ iOS-ൻ്റെ ഈ കൂറ നോട്ടിഫിക്കേഷൻ ഉള്ളത് ഒന്ന് മാർക്ക് കിട്ടിയാൽ മതിയായിരുന്നു. എല്ലാം കൂടെ ഒരുമിച്ചേ വരുള്ളൂ. ശല്യം. ഞാൻ ഇത് കുറച്ചിട്ടുണ്ട്. ഇതാണ് അവരുടെ ആപ്പിൻ്റെ ലോഗിൻ പേജ് വരുന്നത്. അപ്പോൾ ലോഗിൻ ഓപ്ഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇത് ക്രെഡിറ്റ് കാർഡിനും AU ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡിനും ക്രെഡിറ്റ് കാർഡിനും എല്ലാം ഒരു ആപ്പ് തന്നെയാണ് കേട്ടോ. അവർക്ക് സെപ്പറേറ്റ് ക്രെഡിറ്റ് കാർഡിന് വേറെ ആപ്പുകളൊന്നുമില്ല. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ആയാലും നമുക്ക് ഇതുണ്ടെങ്കിൽ ഈ ആപ്പ് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ എല്ലാം കൂടി ഉള്ളൊരു യൂണിവേഴ്സൽ ആപ്പാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അക്കൗണ്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ലിങ്ക് ഉപയോഗിച്ചിട്ട് അവിടെ കാണുന്നുണ്ട് റെഫർ എന്ന് പറഞ്ഞിട്ട് ആ ഉപയോഗിച്ചിട്ട് ആ ലിങ്കാണ് നമ്മൾ താഴെ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്താൽ ഡയറക്റ്റ് വേറെ വെബ്സൈറ്റിലേക്ക് പോകും. പിന്നെ നിങ്ങൾക്ക് വേറെ കുറേ ബെനിഫിറ്റ് ആയിട്ട് കുറേ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് നിങ്ങൾ FD ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ഒരു പരിപാടിയാണ് വരുന്നത്. എന്ന് വെച്ചാൽ ഇവരുടെ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അതായത് നമുക്ക് പെനാൽറ്റി സംഭവങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ഒരു പ്ലാനറ്റ് ഫസ്റ്റ് AU ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു FD പ്ലാനൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതായത് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ എന്താ പറയുക, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഐറ്റംസുകൾക്ക്, സോളാർ അങ്ങനത്തെ സാധനമൊക്കെ ആയിരിക്കും ഇവർ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അതുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 8% വരെയൊക്കെ ഒരു ഇൻട്രസ്റ്റ് സംഭവമൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അത് ഡീറ്റെയിൽസ് ഒക്കെ കാണുന്നുണ്ട്. നമ്മുടെ FDയുടെ അക്കൗണ്ട് നമ്പർ സംഭവമൊക്കെ ഞാൻ കാണിച്ചിരുന്നില്ല. നല്ല പരിപാടി, എനിക്ക് ഇഷ്ടപ്പെട്ട പരിപാടിയാണ്. അതുപോലെ തന്നെ നമുക്ക് വീഡിയോ ബാങ്കിങ് ഓപ്ഷൻ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് ഈ ആപ്പിൽ തന്നെ. ഫ്ലൈറ്റ് ബുക്കിംഗ് ഉണ്ട്, റീചാർജ് ഓപ്ഷൻസ് ഉണ്ട്, ഫാസ്റ്റ് ടാഗ് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഓഫേഴ്സും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് അവിടെ വരും. പ്രീ അപ്രൂവൽ ഓഫർ ഉണ്ടെങ്കിൽ അത് വരും, കാർഡ് ഓഫർ ഉണ്ടെങ്കിൽ അത് വരും. പിന്നെന്താ, ഇതിൽ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ എന്താ പറയുക, ഇത് കണ്ടു നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ പരസ്യങ്ങൾ വരും. ഇപ്പോൾ AU സ്പോണ്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ, ഒരു പുതിയ ഇറക്കിയത് AU സ്പോണ്ട് റൂപേ ക്രെഡിറ്റ് കാർഡ് എന്ന് ഇറക്കിയിട്ടില്ലേ, അതിൻ്റെ പരസ്യമൊക്കെ വരാനുണ്ടോ. അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ഇതുകൂടെ തന്നെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. UPI ഫീച്ചർ വരുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ UPI ഒക്കെ അത്യാവശ്യം ഉപയോഗിക്കാറുള്ളതാണ്. ടാക്സ് ഫീച്ചേഴ്സ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫീച്ചേഴ്സായിട്ട് മ്യൂച്വൽ ഫണ്ട്,
IPO ഫീച്ചേഴ്സും ഇക്വിറ്റി ട്രേഡിംഗ് ഫീച്ചേഴ്സും NPS ഒക്കെ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഈ ആപ്പ് ഒരു നമ്മുടെ നോർമൽ പബ്ലിക് ബാങ്കുകളിലൊക്കെ ആപ്പ് ഉണ്ടല്ലോ, അതേപോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു ആപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയേക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. നമ്മൾ എല്ലാ കമന്റ് അപ്ലോഡാണ്. നമ്മുടെ 2 ചാനൽ കാണാത്ത പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഞാൻ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ 3ാമത്തെ ചാനൽ GHH വേൾഡ് കാണാത്ത പോയി കണ്ടു നോക്കുക കേട്ടോ. നമ്മളതിൽ ടെക്നിക്കൽ ഫൈനാൻഷ്യൽ ന്യൂസുകളും കമ്പാരിസൺ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജും താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഫോളോ അടിച്ചാൽ മതി. ലിങ്ക് എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തെ കാണാം.